അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ബാങ്കിങ് സിസ്റ്റം. ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് ആണ് ഒരു ബിസിനസ്സിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫൈനാൻസ് റേസ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഫൈനാൻഷ്യൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറിനെ കുറിച്ച് അറിയാം. എന്താണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി? ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി എന്ന് പറയുന്നത് രണ്ടാൾക്കാരെ മീറ്റ് ചെയ്യുക, അതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് വരികയാണ്. ലൈക്ക് പൈസ ഉള്ള ആൾക്കാരുണ്ട്, കയ്യിൽ പൈസ ഉള്ള ആൾക്കാരുണ്ട്, അവരാണ് ലെൻഡേഴ്സ്. അവരാണ് ലെൻഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ലെൻഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ്. ഇനി പൈസക്ക് ആവശ്യമായിട്ടുള്ള ആളുകളുണ്ട്, അവരാണ് ബോറോവേഴ്സ്. ഓക്കെ. ഒരു കമ്പനി എപ്പോഴും ഇപ്പോൾ ഒരു കമ്പനി ഫൈനാൻസ് റേസ് ചെയ്യുമ്പോൾ കമ്പനി ആരാണ്? ഇപ്പൊ ഒരു കമ്പനി ഫൈനാൻസ് റേസ് ചെയ്യാണ്, ഓർഡിനറി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്. ബോറോവേഴ്സ് ആണ്. കമ്പനിയൊക്കെ നോർമലി ഇവിടെ ഈ ബോറോവേഴ്സിന്റെ സൈഡിലാണ് വരാറ്. ഈ ബോറോവേഴ്സിന് ഫണ്ട് വേണം, ലെൻഡേഴ്സിന് അടുത്ത് ഫണ്ട് ഉണ്ട്. ഇവർ രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും മീറ്റ് ചെയ്യാറില്ല. ഇവർ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിനെയാണ് മാർക്കറ്റ് പ്ലേസിനാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഈ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരെയാണ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് ദീസ് ആർ ഓർഗനൈസേഷൻസ് ദാറ്റ് കണക്ട് ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. ലെൻഡേഴ്സിനെയും ബോറോവേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പല പല ഇന്റർമീഡിയറീസ് നമുക്കൊന്ന് പറയാം. കൊമേഴ്ഷ്യൽ ബാങ്ക്, നോർമലി നമ്മുടെ ബാങ്കിന് എന്താണ്, ബാങ്കിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടേ, ബാങ്കിങ് ഫംഗ്ഷനെ കുറിച്ചിട്ട്. ബാങ്കിൽ എന്താണ്, ബാങ്ക് പൈസ ഉള്ള ആൾക്കാരുടെ ഡെപ്പോസിറ്റ് വാങ്ങിക്കും, പൈസ വേണ്ട ആൾക്കാർക്ക് ലോൺ കൊടുക്കും. ഓക്കെ. ബാങ്ക് അങ്ങനെ ആക്ട് ചെയ്യുന്നു. ഈ മെർച്ചൻസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, പെർട്ടിക്കുലർലി റിലേറ്റിംഗ് ടു ഇങ്ങനെ വലിയ വലിയ ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റഡ് കമ്പനീസ് ആണ് അവരുടെ ബോറോവേഴ്സ്. അവർക്ക് ഫണ്ട് റേസ് ചെയ്യണം, അവർ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്. അപ്പൊ ഈ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ ഇങ്ങനത്തെ കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ മെർച്ചൻസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ മറ്റേ ഷെയറിന്റെ ഇഷ്യൂല് ഓഫർ ഫോർ സബ്സ്ക്രിപ്ഷനും ഓഫർ ഫോർ സെയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ തന്നെ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യാതെ, ഷെയർസ് സെൽ ചെയ്യാതെ, നമ്മൾ ഇങ്ങനത്തെ മെർച്ചൻസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിലേക്ക് സെൽ ചെയ്തിട്ട് അവര് പിന്നെ പബ്ലിക്കിലേക്ക് സെൽ ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പോൾ ഈ ഷെയർ ഇഷ്യൂല് അഡ്വൈസ്, ഇങ്ങനെ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, ആ കാര്യത്തിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് തരുന്ന ഇങ്ങനത്തെ ഷെയർസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഹെൽപ്പ് തരുന്ന ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മെർച്ചൻസ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. ഇവരെ കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇവരുടെ ആക്ടിവിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും. അത്രയ്ക്കും ഒരു ബ്രോഡർ നോളജ് നമുക്ക് വേണം. നമുക്ക് വേണ്ട നോളജ് ഇവരൊക്കെ എന്താണ്, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ചെയ്യുന്നുണ്ട്. ഇവര് ബിസിനസ്സുകൾക്ക് എന്ത് സർവീസ് കൊടുക്കുന്നു? ലൈക്ക് അഡ്വൈസ് ഓൺ ഷെയർ ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്യുക. ഈ മെർജേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്, ഷെയർ ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ സമയത്ത് എന്താണ്, മെർജേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരു കമ്പനിയിൽ വേറെ കമ്പനി വാങ്ങിക്കുക, അങ്ങനത്തെ ഒക്കെ വരും. ഒരു പേയ്മെന്റ് ഒക്കെ വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ സമയത്ത് ആ ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയത്തൊക്കെയുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന അവരൊക്കെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ആയിട്ട് പല സമയത്തും ആക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് അത്ര ഡീപ്പായിട്ട് നമുക്ക് വേണ്ട. അങ്ങനെ പഠിക്കാനാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും. ബട്ട് നമുക്കൊരു ബേസിക് ലെവൽ നോളജ് മതി. ഇങ്ങനെ യു കെയിലാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ബിൽഡിംഗ് സൊസൈറ്റീസ് ലൈക്ക് അവർ ഡെപ്പോസിറ്റ്സ് എടുക്കുന്നുണ്ട്, അവർ പീപ്പിളിന് ലെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പെർട്ടിക്കുലർലി ഹൗസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കേസ് ഒക്കെ ആയിരിക്കും ഇവര് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. ആൾക്കാർക്ക് ലെൻഡ് ചെയ്യുമ്പോൾ ഹോം ബിൽഡ് ചെയ്യാൻ, ഹൗസ് ബിൽഡ് ചെയ്യാൻ, അങ്ങനത്തെ കേസസിലാണ്. ബിൽഡിംഗ് സൊസൈറ്റീസ് ഇൻ യു കെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് എക്സാമ്പിൾ. ഇൻഷുറൻസ് കമ്പനി എന്താ ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അവർ ആ പൈസ കളക്ട് ചെയ്യുന്ന വേറൊരു ആവശ്യത്തിലാണ്. ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഔട്ട്ഫ്ലോ വരും. ആ സമയത്തൊക്കെ ഇൻഷുറൻസിന്റെ പ്രീമിയം ഇൻഫ്ലോ ആണ്. ഇവർ ഈ പൈസ ഒക്കെ വെച്ച് എന്താ ചെയ്യുന്നത്? പൈസ പല ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്, പൈസ വേണ്ട പല പല ബോറോയിങ് ആയിട്ടുള്ള കമ്പനീസിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ബോറോവേഴ്സിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രീമിയം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്,
ഇൻവെസ്റ്റ്മെന്റ്സിനായിട്ടുള്ള ട്രസ്റ്റുകളുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറയുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിലെ ഈ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ കളക്ട് ചെയ്തിട്ട് വലിയ എമൗണ്ട് ഉണ്ടായിരിക്കും മ്യൂച്വൽ ഫണ്ട്സിന്റെ അടുത്ത്. ഇവർ ഈ ഫണ്ടൊക്കെ എന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ കുറെ കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവരും ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് ഒരു റിട്ടേൺ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടുന്ന് കിട്ടുന്ന റിട്ടേൺ കൊടുക്കുന്നുണ്ടായിരിക്കും. പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി പോലെ തന്നെയാണ്. ഇതൊരു പെൻഷനാണ്. ഇവർക്ക് എന്താണ്, ഈ പെൻഷൻ സ്കീമിലുള്ള അംഗത്തുള്ള ആൾക്കാരൊക്കെ പെൻഷനായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ പെൻഷനിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. ഈ പെൻഷന്റെ കോൺട്രിബ്യൂഷൻ കിട്ടി ഒരുപാട് പൈസ വേണ്ടിയിട്ടുണ്ടാവും. ഇവർ ഇങ്ങനത്തെ കമ്പനീസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം കൊടുക്കണം. പെൻഷൻ ഫണ്ട്സ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് എക്സാമ്പിൾ ആണ്. ഇങ്ങനത്തെ കുറെ ഫൈനാൻസ് കമ്പനീസ് ഉണ്ട്. ക്രെഡിറ്റ് കൊടുക്കുന്നു, പല ആൾക്കാർ ക്രെഡിറ്റ് കൊടുക്കുന്നു, പല പല ക്രെഡിറ്റ്സ് കൊടുക്കാറില്ലേ, കടം കൊടുക്കാനുള്ള കമ്പനീസ്, ലീസിങ് കമ്പനീസ്, ഫാക്ടറിങ് സർവീസ് ചെയ്യുമ്പോൾ അവിടെ ഫൈനാൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ഫൈനാൻസ് കമ്പനീസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ വലിയ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സബ്സിഡറീസ് ഒക്കെ ആയിട്ടായിരിക്കും ഇങ്ങനത്തെ ഫൈനാൻസ് കമ്പനീസ് ഒക്കെ, ചെറിയ ചെറിയ ഫൈനാൻസ് കമ്പനീസ്. പിന്നെ ഡിസ്കൗണ്ട് ഹൗസസ് ഉണ്ട്. ഡിസ്കൗണ്ട് ഹൗസസ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരാളുടെ അടുത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, എനിക്ക് ഇത്ര പൈസ ഇന്ന ഡേറ്റിൽ ഒരാൾ തരാമെന്ന് പറയുന്ന ആ പേയ്മെന്റ് ഗ്യാരണ്ടി ഡോക്യുമെന്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ഹൗസസിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏർലിയർ ക്യാഷ് എടുക്കും. ഇപ്പൊ റിസീവേഴ്സ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും, ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഏർലിയർ ക്യാഷ് തരുന്ന ഇല്ലേ, അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഡിസ്കൗണ്ട് ഹൗസസ്. ഇവരൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ ഇന്റർമീഡിയറീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? റോൾ ഓഫ് ഇന്റർമീഡിയറീസ് പല പല റോൾസ് ഉണ്ട്. ഒന്നാണ് അഗ്രിഗേഷൻ. എന്താണ് അഗ്രിഗേഷൻ? അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇന്റർമീഡിയറീസിന്റെ ഒരു സൈഡിൽ പൈസ ഉള്ള ആൾക്കാരുണ്ടായിരിക്കില്ലേ, പൈസ ഇവർക്ക് ലെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ അടുത്തൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കും. ഈ ചെറിയ ചെറിയ എമൗണ്ട് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഇവരുടെ അടുത്ത് വലിയ എമൗണ്ട് ആവും. ഈ വലിയ എമൗണ്ട് ആക്കിയിട്ട് ഈ ചെറിയ ചെറിയ ലെൻഡേഴ്സിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ എമൗണ്ട് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് വലിയൊരു എമൗണ്ട് ആക്കിയിട്ട് നമുക്ക് വലിയ വലിയ ബോറോവേഴ്സിന് വലിയ എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടി, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു സ്മോൾ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വലിയ എമൗണ്ട് ആയിട്ട് ലെൻഡ് ചെയ്യാൻ പറ്റും ഇത് വലിയ കമ്പനീസിന്. ഓക്കെ, അഗ്രിഗേഷൻ ചെറിയ ചെറിയ ഫണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് വലിയ എമൗണ്ട് ഓഫ് ഫണ്ട് ആക്കിയിട്ട് കൊടുക്കാം. അടുത്താണ് മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ. മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ ലൈക്ക് എന്റെ ഞാൻ ഇന്റർമീഡിയറ്റ് ആണ്, എന്റെ ഒരു സൈഡിൽ മൊത്തം ഇതുപോലെ ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്, എനിക്ക് ഡെപ്പോസിറ്റ് പൈസ ഉള്ള ആൾക്കാരുണ്ട്. ഈ പൈസ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 6 മാസത്തേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ 4 മാസത്തേക്കായിരിക്കും, ചിലപ്പോൾ 1 വർഷത്തേക്കായിരിക്കും. അങ്ങനെ എനിക്ക് പല പല മെച്യൂരിറ്റിയിലുള്ള എന്താണ് ഫണ്ടുകളാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പൊ 6 മാസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾ 6 മാസം കഴിയുമ്പോൾ അയാൾക്ക് ഞാൻ കൊടുക്കും, അപ്പൊ വീണ്ടും വേറെ ആൾ വരും. അപ്പൊ ഇങ്ങനെ പല പല മെച്യൂരിറ്റിയിലുള്ള ഫണ്ട് എനിക്ക് കിട്ടുന്നത്, അങ്ങനെ ഹ്യൂജ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഈ പൈസ വേണ്ട ആൾക്കാർക്ക് ലോങ് ടേമിലേക്കായിരിക്കും പൈസ വേണ്ടത്. അപ്പൊ എനിക്ക് ഷോർട്ട് ടേമിലേക്ക് ഞാനിങ്ങനെ പല പല ഷോർട്ട് ടേമിലേക്ക് ഫണ്ട് ഞാൻ കളക്ട് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹ്യൂജ് ഫണ്ടിന് ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. മെച്യൂരിറ്റി ട്രാൻസ്ഫർമേഷൻ എന്നാ പറയാം. ഈ ഷോർട്ട് ടേമിലെ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് ലോങ് ടേമിലേക്ക് ലെൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ഷോർട്ട് ടേമിലേക്കുള്ള ഡെപ്പോസിറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യം ഒരു 6 മാസത്തേക്ക് കുറച്ച് ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ 6 മാസത്തേക്ക് കൊടുക്കാനാകുമ്പോഴത്തേന് വേറെ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഫണ്ട് വന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫണ്ട് ലോങ് ടേമിലേക്ക് അങ്ങോട്ടേക്ക് ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഇതിന് പറയാം. ഓക്കെ, പിന്നെ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരാൾക്ക് കടം കൊടുത്തു, ഡയറക്റ്റ് ഒരാൾക്ക് കടം കൊടുത്തു, അയാളെങ്ങാനും അയാൾ തിരിച്ചു തരാത്തൊരു സിറ്റുവേഷൻ ഇല്ലേ, തിരിച്ചു തരാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ റിസ്ക് ഞാൻ ഫേസ് ചെയ്യണം. ബട്ട് ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് എന്തുണ്ട്, ലെൻഡേഴ്സ് ഉണ്ട്, ഒരുപാട് ലെൻഡേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് ഈ ബോറോവേഴ്സിന് കൊടുത്ത്, ഈ ബോറോവേഴ്സ് എങ്ങാനും ഭയങ്കര വേസ്റ്റ് കേസിൽ തിരിച്ച് തരാത്ത സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ലെൻഡർക്കല്ല ആ റിസ്ക് മൊത്തം പോകുന്നത്, എന്റെ ഒരു സൈഡിലെ എല്ലാ ലെൻഡേഴ്സിനും ആ റിസ്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ആ ഒരു ലൈക്ക് ഞാൻ കൊടുക്കുന്ന റിട്ടേൺ കുറയും, ഒരാളുടെ റിട്ടേൺ മാത്രമായിരിക്കില്ല കുറയുന്നത്,
തിരിച്ചു തരാത്തതിന്റെ ഡിഫോൾട്ടിന്റെ ആ ഒരു റിസ്ക് ഒരാളുടെ റിട്ടേൺ മാത്രമായിരിക്കില്ല പറയുന്നു, എല്ലാവരുടെ റിട്ടേണും പറയും. അപ്പൊ ഏതെങ്കിലും ഒരു ബോറോവർ, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റിന്റെ ഒരു സൈഡിലെ ഏതെങ്കിലും ഒരു ബോറോവർ ഡീഫോൾട്ട് ആയി കഴിഞ്ഞാൽ, റിസ്ക് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ബോറോവറിന്റെ ഡീഫോൾട്ട് റിസ്കോ അല്ലെങ്കിൽ ആ ബോറോവർ തരുന്നതിന്റെ ആയിട്ടുള്ള റിസ്ക് ഇല്ലേ, ആ റിസ്ക് എന്താണ്? ആ ബോറോവർ ചിലപ്പോൾ ബാങ്ക് ആയി പോവുക, അങ്ങനത്തെ കുറെ റിസ്കുകൾ ഉണ്ടാവില്ല. ആ റിസ്ക് കംപ്ലീറ്റ്ലി ഒരു ലെൻഡർ മാത്രമല്ല അനുഭവിക്കുന്നത്, എല്ലാ ലെൻഡേഴ്സിലേക്കും ഡിവൈഡ് ചെയ്യാണ്. കാരണം ഒരാളുടെ ഫണ്ട് മാത്രമല്ല കൊടുത്തിട്ടുള്ളത്, എല്ലാവരുടെ ഫണ്ടും എഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബോറോവറിന്റെ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് എഫക്റ്റീവ്ലി പറയുകയാണെങ്കിൽ ഒരുപാട് ലെൻഡേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ലിക്വിഡ് മാർക്കറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഒരു മാർക്കറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്, ലെൻഡേഴ്സിനും ബോറോവേഴ്സും മീറ്റ് ചെയ്യാൻ പറ്റും. ലെൻഡേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അവർക്ക് എത്ര വിലകളിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് ഷോർട്ട് ടേമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഷോർട്ട് ടേമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഷോർട്ട് പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, ലോങ് ടേമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി ബോറോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് ബോറോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലോങ് ടേമിലേക്ക് ബോറോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ലിക്വിഡ് മാർക്കറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആ ലെൻഡേഴ്സിന് അവരുടെ ചോയ്സിനനുസരിച്ച് പല ടേമിലേക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, തിരിച്ചിട്ടണം, ബോറോ ചെയ്യണം, തിരിച്ചടക്കും. ലോങ് ടേമിലേക്ക് ബോറോ ചെയ്യണം, ഷോർട്ട് ടേമിലേക്ക് ബോറോ ചെയ്യണം, ലോങ് ടേമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, ഷോർട്ട് ടേമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഏതൊരു ടൈമത്തും എങ്ങനത്തെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് മാർക്കറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്, ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയായിട്ട് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡ്ജിങ് എന്ന് പറയുമ്പോൾ റിസ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വേർഡാണ് ഇനി അടുത്ത ചാപ്റ്ററിൽ നല്ല രീതിയിൽ പഠിക്കാൻ. ഹെഡ്ജിങ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഇങ്ങനെ ഒരുപാട് റിസ്ക് വരും. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ തന്നെ അത് പഠിക്കാനുള്ളതാണ്, ഫോറിൻ കറൻസി റിസ്ക്. ഈ റിസ്ക്, കമ്പനി റിസ്ക് ഫേസ് ചെയ്യുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ എടുക്കണം, ആ റിസ്കിനെ കുറയ്ക്കണം. റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രാക്ട് ഉണ്ട്. ഫോർവേഡ് കോൺട്രാക്ട് അടുത്ത ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഓപ്ഷൻസ് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, സ്വാപ്പ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ റോള് കളിക്കുക, പൈസ ക്രിയേറ്റ് ചെയ്യുക, മെച്ചൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ, ബോറോവേഴ്സിന്റെ റിസ്കിന് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ, ലിക്വിഡ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഹെഡ്ജിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് റോൾസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക, ബേസിക് നോളജ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടെന്ന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോളിന്റെ ചാലഞ്ച് ആയിട്ടാണ് ഫിൻടെക് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഫിൻടെക് ഇതേ ചാപ്റ്ററിൽ നമ്മൾ ലേറ്റർ പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ലേറ്റർ പഠിക്കുന്നു മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക് പറയുന്നത് ബാങ്കിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ ബാങ്ക് ചെയ്യും? വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, വായിച്ചാൽ തന്നെ മനസ്സിലാവും ബാങ്ക് എന്തൊക്കെ ചെയ്യും. അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, നോർമൽ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നോർമൽ ഡെപ്പോസിറ്റ് പറയുമ്പോൾ ആ ഒരു ആൾക്ക് ഇവിടെ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് എടുക്കും. ഓക്കെ, ഡെപ്പോസിറ്റ് അക്കൗണ്ട് ചിലപ്പോൾ സേവിങ്സ് എടുക്കാറും, സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും, ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ടാവും. അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് പറയുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പൈസ എടുക്കുന്നില്ല, ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്, ഇൻസ്ട്രുമെന്റ്സ് ആണ്. അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ്, അതായത് അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ലിക്വിഡാണ്. നോർമൽ ഡെപ്പോസിറ്റിനേക്കാൾ കുറച്ചും കൂടെ ലിക്വിഡിറ്റി കൂടുതലാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഡെപ്പോസിറ്റ് എടുക്കുന്ന മാത്രമല്ല, പൈസ കടം കൊടുക്കാറുണ്ട്, ലോൺ കൊടുക്കാറുണ്ട്. പിന്നെ മണി ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക, വേറെ രാജ്യത്തേക്ക് പൈസ അയക്കുക, ഫോറിൻ ട്രാൻസ്മിഷൻ, അങ്ങനെ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം മണി ട്രാൻസ്മിഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ക്ലിയറിംഗ് ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, പിന്നെ ബാങ്ക് എങ്ങനെയൊക്കെ ലെൻഡ് ചെയ്യാറ്? ബാങ്ക് പൈസ ലെൻഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ടേം ലോൺസ് ഉണ്ട്, ബിസിനസിനും ഇൻഡിവിജ്വൽസിനൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ഷോർട്ട് ടേം. ഇനി ബാങ്ക് ആളുകൾക്ക് കടം കൊടുക്കുക, ബിസിനസ്സുകൾക്ക് കടം കൊടുക്കുക എന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെയാണ് വേറെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ബാങ്ക് വേറെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ലൈക്ക് ലീസിംഗ് കമ്പനി ഉണ്ടായിരിക്കും, ഒരു കമ്പനി ലീസിംഗ് കമ്പനി. ആ ലീസിംഗ് കമ്പനി എന്താ ചെയ്യുന്നത്, അസറ്റുകൾ വാങ്ങിച്ചിട്ട് പല ബിസിനസ്സുകൾക്ക് ലീസ് കൊടുക്കും. അപ്പൊ ലീസിംഗ് കമ്പനിക്ക് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണ്ടി വരും. ആ ഫണ്ടൊക്കെ ചിലപ്പോൾ ബാങ്ക് എടുക്കുന്നത്. അപ്പൊ ബാങ്ക് വേറെ വേറെ ബിസിനസ്സുകൾ കൊടുക്കുന്ന പോലെ തന്നെ വേറെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിനും പൈസ കൊടുക്കാറുണ്ടാവും. ഓക്കെ, ഇനി ഇവര് ചിലപ്പോൾ ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റീസ്
പർച്ചേസ് ചെയ്യുന്നത്. ബാങ്കുകൾ ഗവൺമെന്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ആ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടാകും സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. പല രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പൈസ യൂസ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് കടം കൊടുക്കുന്നുണ്ട്, വേറെ ഇന്റർമീഡിയറ്റ്സിന് കടം കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നുണ്ട്, വേറെയുള്ള ട്രേഡ് കൊമേഴ്ഷ്യൽ ബിൽസ് ഒക്കെ ഇല്ലേ, കൊമേഴ്ഷ്യൽ ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇങ്ങനത്തെ പോലത്തെ ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാങ്ങിച്ചിട്ട് അതിന് പൈസ കൊടുക്കുക, പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഡിസ്കൗണ്ട് ഹൗസസ് ഉണ്ടായിരിക്കും. ഈ ഡിസ്കൗണ്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കൗണ്ട് ഹൗസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്കൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്. ഇവർക്ക് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനത്തെ വേറെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ പൈസ വേണ്ടി ബാങ്കിന് കിട്ടുന്ന പൈസ ഇവർ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഒരു ഇൻഡിവിജ്വലിന്റെ ലോൺ കൊടുക്കാന്ന് മാത്രം. ഇതൊക്കെ ഭയങ്കര ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് എല്ലാം ഒക്കെ വായിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കി പോകാൻ ഭയങ്കര ബൈ ഹേർട്ട് സ്റ്റഡി ഒന്നും അല്ല. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഞാൻ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞു.